ഒരു വ്യക്തി എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കരുത് എന്നുള്ളതിനെ കുറിച്ച് വചനം വളരെ ഗൗരവപരമായിട്ടാണ് കാണുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അതായത് ഒരു ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ പറയുന്ന ഏതൊരു വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന്. That tells us how important it is for us to tame our tongue. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. മത്തായി 7:1: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം ഇരിക്കുന്നത് നോക്കാതെ സഹോദരന്റെ കണ്ണിലെ ചെറിയ വൈക്കോൽക്കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ നീ സഹോദരനോട് നിന്റെ കണ്ണിൽ നിന്ന് വൈക്കോൽക്കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു കളയുക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയുവാൻ വ്യക്തമായി കാണും. 1 പത്രോസ് 3:10: ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ നന്മ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താൻ തന്റെ നാവിനെ നന്നായി സൂക്ഷിച്ചു കൊള്ളട്ടെന്ന്. Let that person learn to tame their tongue so that they can enjoy their life, they can have good times in their life. So that important it is in the sight of God, the way which we speak. നമ്മൾ സംസാരിക്കുന്ന രീതി, വിധം, സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന പ്രാധാന്യം അത്രമാത്രമാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യാക്കോബ് 3:2: നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. യാക്കോബ് 3:6: നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു എന്ന്. യാക്കോബ് ഇവിടെ പറയുകയാണ്, ഒരു വ്യക്തിക്ക് തന്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ താൻ ഒരു പെർഫെക്റ്റ് മാൻ ആണെന്ന്, സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു, ഒരു വ്യക്തിയാകുന്നു എന്ന്. സോ ദാറ്റ് ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ് ഫോർ എ ബിലീവർ ഓർ എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ജീസസ് ടു ടേം ദെയർ ടങ്. നാവ് ഒരു തീയാകുന്നു. Tongue in itself is a fire, and that fire is being caught by the fire of hell. നാവിന് എന്തുമാത്രം മോശമാകാൻ കഴിയുമെന്നുള്ളതിനെ എംഫസൈസ് ചെയ്യാൻ പറയുകയാണ്. നാവ് എന്ന് പറയുന്ന തീ പിടിപ്പിക്കുന്ന നരകത്തിന്റെ തീയാലാണെന്ന്. So that dangerous can be our tongue, and that important it is for us who believes in God to tame our tongue so that we can become a perfect person. അതുകൊണ്ട് തന്നെ നമ്മുടെ നാവിനെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവെന്ന് വളരെയധികം ശ്രദ്ധിക്കുക. ഗോസിപ്പ് ചെയ്യാനും പരിദൂഷണം പറയാനും മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഞാൻ എൻ്റെ നാവിനെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സ്വയമേ വിലയിരുത്തുക. ബിക്കോസ് ഫോർ എവറി ഐഡൽ വേർഡ് ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ് വി വിൽ ബി ഹാവിംഗ് ടു ഗിവ് ആൻ അക്കൗണ്ട് ടു ഗോഡ്. ന്യായവിധി ദിവസം നമ്മൾ എല്ലാവരും നിസ്സാരമായ ഓരോ വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. So get rid of gossiping, get rid of every unnecessary conversations, because Bible is very serious about how we talk. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വിശ്വാസി അനാവശ്യമായ സംവാദങ്ങളിൽ, ആർഗ്യുമെന്റ്സിൽ ഏർപ്പെടരുത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ ഒട്ടനവധി പ്രാവശ്യം താൻ തിമോത്തിയോട് പറയുകയാണ്, ഡു നോട്ട് ഗെറ്റ് ഇൻ ടു അൺനെസസറി ആർഗ്യുമെന്റ്സ്, ഐഡൽ ബാബ്ലിങ്സ് എന്ന്. 1 തിമോത്തി 4-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യും. 1 തിമോത്തി 6:4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ഷണ്ട, ദൂഷണം, ദുസ്സംശയം, ദുർബൂതികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വൃഥാവ്യാദം എന്നിവ ഉളവാകുന്നു.
അവർ ദൈവഭക്തി ആദായസൂത്രമെന്ന് വിചാരിക്കുന്നു. 1 തിമോത്തി 6:20 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അല്ലയോ തിമോത്തിയോസെ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തി വിരുദ്ധമായ വൃഥാ ലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഓ തിമോത്തി, ഗാർഡ് വാട്ട് വാസ് കമ്മിറ്റഡ് ടു യുവർ ട്രസ്റ്റ്. Avoid the profane and idle babblings and contradictions of what is falsely called knowledge. By professing it, some have strayed concerning the faith. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോട് പറയുകയാണ്, അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടരുതെന്ന്, അനാവശ്യമായ സംവാദങ്ങളിൽ ഏർപ്പെടരുതെന്ന്. Because some are obsessed with disputes and arguments. They take pleasure in it. So you don't be of that kind. അനാവശ്യമായ പ്രൊഫൈൻ ആൻഡ് ഐഡൽ ബാബ്ലിങ്സിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ചില ആൾക്കാർ അതിനകത്ത് ഏർപ്പെട്ടിട്ട് തന്റെ വിശ്വാസത്തിൽ തന്നെ വഴുതി പോയെന്ന് വചനം നമ്മളോട് പറയുകയാണ്. സോ ഇറ്റ് ടെൽസ് us how important it is for us to know in what kind of a conversation should we get in. നമ്മൾ ഏത് തരത്തിലുള്ള സംവാദത്തിലാണ് ഏർപ്പെടേണ്ടത്, ഏത് തരത്തിലുള്ള കോൺവെർസേഷനിലാണ് ഏർപ്പെടേണ്ടതെന്ന് സ്വയമേ ചിന്തിക്കുക. വചന അടിസ്ഥാനത്തിലുള്ള ഒരു കോൺവെർസേഷനിലേക്കാണോ, ഒരു സംസാരത്തിലേക്കാണോ, ഒരു സംവാദത്തിലേക്കാണോ നമ്മൾ ഇടപെട്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുക. Because some have strayed concerning faith because of this idle and profane babbling, because they were obsessed with disputes. So the question is, should we defend at all in the first place? നമ്മൾ സുവിശേഷത്തെ പ്രതിവാദിക്കേണ്ട കാര്യമുണ്ടോ, ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ, റീസൺ ചെയ്യേണ്ട കാര്യമുണ്ടോ? The answer is yes. അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: Acts 9:22. But Saul increased all the more in strength and confounded the Jews who dwelt in Damascus, proving that this Jesus is the Christ. Acts 17:1-2. Now when they had passed through Amphipolis and Apollonia, they came to Thessalonica, where there was a synagogue of the Jews. Then Paul, as his custom was, went into them and for 3 Sabbaths reasoned with them from the scriptures. Acts 17:17. Therefore he reasoned in the synagogue with the Jews and with the Gentile worshippers and in the marketplace daily with those who happened to be there. Acts 18:4. And he reasoned in the synagogue every Sabbath and persuaded both Jews and Greeks. Acts 18:19. And he came to Ephesus and left them there. But he himself entered the synagogue and reasoned with the Jews. Acts 19:8. And he went into the synagogue and spoke boldly for 3 months, reasoning and persuading concerning the things of the kingdom of God. So that tells us how important it is for us to reason. വചനത്തെ കാക്കുകയും പ്രതിവാദിക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എല്ലാ വിശ്വാസികൾക്കുമുണ്ട്. But it has to be done in a wiseful way. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ തന്റെ വിശ്വാസത്തെ പ്രതിവാദിക്കണം എന്നുള്ളതിനെ കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമാണ്. 1 പത്രോസ് 3:15 ഇങ്ങനെ പറയുന്നു: നിങ്ങളുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. 1 Peter 3:15. But sanctify the Lord God in your hearts and always be ready to give a defense to everyone who asks you a reason for the hope that is in you with meekness and fear, with gentleness and respect. Colossians 4:5-6. Walk in wisdom toward those who are outside, redeeming the time. Let your speech always be with grace, seasoned with salt, that you may know how you ought to answer each one. So when we are getting into a conversation or a debate, നമ്മളൊരു സംവാദത്തിലോ പ്രതിവാദത്തിലോ ഏർപ്പെടുമ്പോൾ let it be done in gentleness and respect. ആദരവോട് കൂടി വേണം നമ്മളത് ചെയ്യാൻ. The other thing that I want to tell you is, when you are getting into a conversation, make sure that you are not becoming sarcastic or sadistic. പരിഹസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളൊരു സംസാരത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ പരിഹസിക്കാതിരിക്കാനും ഇൻസൾട്ട് ചെയ്യാതിരിക്കാനും ഒരു സാഡിസ്റ്റിക് പ്ലഷർ കണ്ടെത്താതിരിക്കാനും ശ്രമിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ you are telling him, I don't care about your salvation. നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ചിന്തയൊന്നുമില്ല. I am in this conversation for getting some sadistic pleasure. നിങ്ങളെ കുത്തി നോവിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കോൺവെർസേഷനിൽ ഏർപ്പെടുകയെന്ന് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ആ വ്യക്തിയോട് പറയുകയാണ്. So be careful that you are not becoming sarcastic or sadistic.
ഇനിയും ഒരു സുവിശേഷകൻ നിരന്തരമായി വചനവിരോധമായ കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. താൻ അങ്ങനെ പ്രസംഗിക്കുന്നത് കാരണം അനേകം വിശ്വാസികൾ വിശ്വാസം തെറ്റിപ്പോവുകയുമാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വന്തം കണ്ണിൽ തടിക്കഷ്ണം കിടപ്പുണ്ടോ ഇല്ലയോ എന്നും, രണ്ട്, ആ കുറ്റം ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പുറകിലുള്ള ഉദ്ദേശശുദ്ധി എന്താണ് എന്നും. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: Woe to you, scribes and Pharisees, hypocrites, for you travel land and sea to win one proselyte, and when he is won, you make him twice as much a son of hell as yourself. Matthew 23:16, Woe to you, blind guides. Matthew 23:25, Woe to you, scribes and Pharisees, hypocrites, for you cleanse the outside of the cup and dish, but inside they are full of extortion and self-indulgence. 27, Woe to you, scribes and Pharisees, hypocrites, for you are like whitewashed tombs, which indeed appear beautiful outwardly. 33, Serpents, brood of vipers, how can you escape the condemnation of hell? കർത്താവായ യേശുക്രിസ്തു ആ കാലഘട്ടത്തിൽ ന്യായപ്രമാണങ്ങളെ പഠിപ്പിച്ചിരുന്നവരെയാണ് ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. വൈറ്റ് വാഷ് ടൂംസ്, വെള്ള തേച്ച ശവക്കല്ലറകളെ, സർപ്പൻസ്, ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്, സർപ്പങ്ങളെ, ഹിപ്പോക്രിറ്റ്സ്, കപടഭക്തിക്കാരെ എന്നൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ന്യായപ്രമാണങ്ങൾ പഠിപ്പിച്ചിരുന്നവരെ വിളിച്ചിരുന്നത്. കാരണം അവർ ചെയ്യുന്നത് തെറ്റായിരുന്നുവെന്നും കർത്താവ് അത് പറയുന്നതിന്റെ പുറകിലുള്ള ഉദ്ദേശം ശരിയായിരുന്നുവെന്നും കർത്താവ് നന്നായിട്ട് അറിയാമായിരുന്നു. ഇനി അപ്പോസ്തോലന്മാര്, 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷം പ്രസംഗിച്ചിരുന്ന അപ്പോസ്തോലന്മാര് ഇങ്ങനെയുള്ള കപടഭക്തിക്കാരെ കുറിച്ച് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 2 തിമോത്തി 2:17 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: And their message will spread like cancer. Hymenaeus and Philetus are of this sort, who have strayed concerning the truth, saying that the resurrection is already past, and they overthrow the faith of some. 2 തിമോത്തി 4:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: Alexander the coppersmith did me much harm. May the Lord repay him according to his works. You also must beware of him, for he has greatly resisted our words. 2 തിമോത്തി 4:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: For Demas has forsaken me, having loved this present world, and has departed for Thessalonica. ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോട് ചില ആൾക്കാരുടെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുതിയിരിക്കുകയാണ്. ഹിമേനിയസിനെയും ഫിലറ്റസിനെയും കുറിച്ചും അലക്സാണ്ടറിനെ കുറിച്ചും ഡെമാസിനെ കുറിച്ചും ഒക്കെ. താൻ അവരുടെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പുറകിലുള്ള ഉദ്ദേശശുദ്ധി വളരെ ശരിയാണ് താനും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ താൻ എഴുതിയിരിക്കുന്ന 3-ാം ലേഖനത്തില് താൻ ഡിയോട്രിഫസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. 3 യോഹന്നാൻ 1:9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: I wrote to the church, but Diotrephes, who loves to have the preeminence among them, does not receive us. Therefore, if I come, I will call to mind his deeds, which he does, prating against us with malicious words. And not content with that, he himself does not receive the brethren, and forbids those who wish to, putting them out of the church. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ ഡിയോട്രിഫസിന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഡിയോട്രിഫസ് എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രീ എമിനൻസ് ആണ് വേണ്ടത്, സ്ഥാനമാനങ്ങളാണ് വേണ്ടത്. അപ്പോസ്തലനായ യോഹന്നാനെ പോലുള്ള ആൾക്കാരെ റിസീവ് ചെയ്യാൻ താൻ വിസമ്മതിക്കുകയാണ്. അത് മാത്രമല്ല, വേറെ വിശ്വാസികൾ സഭയിലേക്ക് വരുന്നതിൽ നിന്ന് അദ്ദേഹം തടയുകയാണ്. ഈ വിശ്വാസികൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന വേറെ ചില വിശ്വാസികളെ താൻ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യാണ്. സോ ഡിയോട്രിഫസിനെ പോലുള്ള ആൾക്കാർ ഇന്നും സഭകളിലുണ്ട്. സോ അങ്ങനെയുള്ള വ്യക്തികളുടെ തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വചനം ഒരിക്കലും പുറകോട്ട് നിന്നിട്ടുമില്ല. ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലനായ പത്രോസിനെ എതിർക്കുന്നതാണ്. താൻ ദൈവഹിതത്തിന് വിരോധമായി പ്രവർത്തിച്ചപ്പോഴത്തേക്കും അപ്പോസ്തലനായ പൗലോസ് തന്നെ എതിർക്കുകയുണ്ടായി. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: Now when Peter had come to Antioch, I withstood him to his face, because he was to be blamed. For before certain men came from James, he would eat with the Gentiles, but when they came, he withdrew and separated himself, fearing those who were of the circumcision. And the rest of the Jews also played the hypocrite with them, so that even Barnabas was carried away with their hypocrisy. But when I saw that they were not straightforward about the truth of the gospel, I said to Peter before them all, If you, being a Jew, live in the manner of Gentiles and not as the Jews, why do you compel Gentiles to live as Jews?
ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തലനായ പത്രോസ് ജാതികളായ വിശ്വാസികളുടെ കൂടെ നിന്ന് ആഹാരം കഴിക്കുകയാണ്. അപ്പോൾ യഹൂദന്മാരായ വിശ്വാസികൾ കയറി വരുന്നത് കണ്ടിട്ട് താൻ അവരുടെ കൂടെ നിന്ന് ആഹാരം കഴിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് മാറുകയാണ് ഉണ്ടായത്. അപ്പോസ്തലനായ പൗലോസ് ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ അപ്പോസ്തലനായ പത്രോസിനെ കുറ്റപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താൻ അപ്പോസ്തലനായ പത്രോസിനെ കുറ്റപ്പെടുത്തുന്നതിന്റെ പുറകിലുള്ള ഉദ്ദേശം തന്നെ തഴം താഴ്ത്താനോ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനാക്കാനായിരുന്നില്ല. ബട്ട് ദൈവഹിതത്തിന്, ദൈവരാജ്യത്തിന് വിരോധമായ ഒരു കാര്യം കണ്ടപ്പോൾ he said, what Peter you are doing is wrong. So that's it. So let us judge righteous judgments and let us not judge things based on the appearance. യോഹന്നാൻ 7:24. സോ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു എന്ന തലയോളം വളരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. God bless you.